തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുനാഥൻ ലോകത്തിലെ ഓരോ മനുഷ്യനെയും, പ്രത്യേകിച്ച് തന്നിൽ വിശ്വസിക്കുന്നവരെയും നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒരുവൻ യേശുവിനെ, പ്രകാശമായ ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ നോക്കി ദൈവം പറയുന്നതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ? പ്രകാശം അന്ധകാരത്തെ മാറ്റുകയാണ്. അജ്ഞതയുടെ തലങ്ങളിൽ കിടക്കുന്ന ജീവിതങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഒരു പ്രകാശമായിട്ട് മാറുമ്പോൾ നീ ഒരു പ്രകാശമായി മാറുന്നു. എവിടെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമുണ്ടോ അവിടെ അന്ധതയാണ്. വചനം പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ്. വെറുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹം കൊണ്ട് നിറച്ച് നീ നിലപാടുകൾ എടുക്കുമ്പോൾ നീ പ്രകാശത്തിലാണ്. അപ്പോൾ ക്രിസ്തു നിന്നെ നോക്കി പറയും, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചില അജ്ഞതകളിൽ അടിമപ്പെട്ട്, ചില തെറ്റായ ചിന്തകളിൽ, തെറ്റായ ബോധ്യങ്ങളിൽ അടിമപ്പെട്ട് മനുഷ്യനെതിരെ നിലപാടുകൾ എടുക്കുന്നവരോട് സ്നേഹത്തോടെ അത് തിരുത്താൻ നിനക്ക് സാധിക്കുമ്പോൾ, അവരെ നേടുവാനായിട്ട് നിനക്ക് കഴിയുമ്പോൾ നീ ഒരു പ്രകാശമായിട്ട് മാറുന്നു. കുറവുകൾ, കുറ്റങ്ങൾ കാണുമ്പോൾ അതെന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് നീ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുമ്പോൾ നീ അന്ധകാരത്തിലാണ്. നിൻ്റെ ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റുവാൻ നിനക്ക് കഴിയുമ്പോഴാണ് നീ പ്രകാശമായിട്ട് മാറുന്നത്. അതിന് ഉള്ളിൽ ക്രിസ്തു ദർശനമുണ്ടാകണം. ക്രിസ്തു ദർശനമുള്ള വ്യക്തിക്ക് മാത്രമേ മുന്നിലുള്ള അന്ധകാരത്തെ അന്ധകാരമായിട്ട് തിരിച്ചറിയുവാനും അവിടെ പ്രകാശം കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. ക്രിസ്തു ദർശനമില്ലാത്ത വ്യക്തി മുന്നിലുള്ള അന്ധകാരത്തോട് ചേർന്ന് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായെന്ന് വരാം. നിൻ്റെ ഉള്ളിലെ പ്രകാശം അത് കെടാതിരിക്കട്ടെ. ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളുമുള്ള അന്ധകാരത്തെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ നിനക്ക് സാധിച്ചാൽ ക്രിസ്തു പറഞ്ഞത് നിന്നിലും പൂർത്തീകരിക്കപ്പെടും. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്.